അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേണ്ടാത്തത് മുഴുവൻ ഇങ്ങോട്ട് വളമ്പും. വേണ്ടാത്തത് മുഴുവൻ വളമ്പിയിട്ട് പിന്നെ പോനാകെ ബേജാറ് കൊടുക്കുക. ഇപ്പോൾ ബേജാറ് കൊടുക്കുകയാണ്. ഇപ്പം എന്നിട്ട് പറയപ്പോൾ ഇപ്പം ഇവർ ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനേന്ന് ആര് AP വിഭാഗക്കാരെ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചർച്ച? പിന്നെ നെറ്റ് കൂടി ആകെ പരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും EK വിഭാഗത്തിനെ വല്ലതും പറഞ്ഞതുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു പൊട്ടന്മാരൊന്നല്ല കയ്യേ. EK വിഭാഗത്തിലുള്ള ആളുകൾ പൊട്ടന്മാരൊന്നല്ല. അത്യാവശ്യം തൻ്റെ ഇടം ബുദ്ധിയും പിന്നെ എല്ലാ നിലക്കും കൈകാര്യം ചെയ്യാൻ ഭൗതികവും മതപരമായി കൊണ്ടും എല്ലാ നിലക്കും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അതിന് ഒരു വ്യക്തി എന്നല്ല, എല്ലാ വ്യക്തികളും ഒരു A മുതൽ Z വരെ. എന്നിട്ട് പിന്നെ ഇനി അതിൽ AP കാരൊന്ന് ചർച്ച ചെയ്ത് കണ്ടിട്ട് കൊടുത്തിട്ട് വേണം. AP കാരൊന്ന് ചർച്ച ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം. അന്നെ പറ്റിയാണ്ടെങ്കിൽ ഓൽക്കറിയേ, അന്നെ പറ്റിയാണ്ട് ഓൽക്കറിയാം. അതുകൊണ്ടല്ലേ AP വിഭാഗക്കാരാവട്ടെ EK വിഭാഗക്കാരാകട്ടെ ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ പറ്റി എന്താ പറയാത്തത്? അത് AP കാരാണെങ്കിലും എന്നെ പറ്റിയാണ്ട് ഒരൊറ്റ ഞങ്ങളൊരു നേതാവ് ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേമാതിരി തന്നെ EK വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ അണികൾക്ക് എല്ലാവർക്കും അറിയാം. AP ഭാഗത്തു നിന്ന് ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞു, EK ഭാഗത്തു നിന്ന് EK ഭാഗത്തിൻ്റെ നേതാക്കന്മാരും പറഞ്ഞു നിങ്ങൾ പേച്ചോലാണെന്നുള്ളത്. പിന്നെ ഇനി അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ യൂട്യൂബ് കുത്തരുന്നങ്ങാണ്ട് പറയുന്നുണ്ട് കുറച്ചാളുകൾ. അതെന്തുകൊണ്ട് വെച്ചാൽ ഇജി പറയുന്നത് അത് ആ സമയത്ത് തന്നെ കണ്ണിച്ചു കൊടുക്കണമല്ലോ. ഉരുളക്കുപ്പേരി എന്നതുപോലെ തരണല്ലോ, അതിന് വേണ്ടിയിട്ട് പറയണം. മനസ്സിലായോ? എന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ടോ, അത് കേട്ടോക്കണേ. ഇപ്പൊ തന്നെ ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഇപ്പൊ തന്നെ ഇവര് ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയെന്ന് പറഞ്ഞത് AP ഭാഗത്തിനെ പറയുന്നത് കേട്ടോ. മറ്റൊല്ലൊന്നല്ല, വേറുള്ളവരല്ല. AP ഭാഗത്തിന് ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ എന്താ കാട്ടണത്, ഇവൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവന്റെ പണിയാണ് ഇതൊക്കെ. ഇവന്റെ പണിയാണ്, ഇവന്റെ ആൾക്കാരെ പണിയാണ്, ഇവന്റെയും ഇവന്റെ ആൾക്കാരെയും പണിയാണ്. പഴയത് ഏതെങ്കിലും എടുത്തുകൊടുന്ന കണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഇടുക. ഇത് ആർക്കാ ഉണ്ടാക്കണത്? എന്താ വിഷയം? നമ്മൾ ഓല സംഘടനയിലായ കാലത്ത് EK ഉസ്താദിനെതിരെ അല്ലെങ്കിൽ ആ സംഘത്തിനെതിരെ നമ്മൾ പറഞ്ഞു വച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിവിടെ പ്രചരിപ്പിക്കാനാണ് തീരുമാനം. അവനവന്റെ സ്വന്തം ഇഷ്ടം ഇങ്ങനെ വിളിച്ചു പറയാം. ഇപ്പൊ ഇവര് തീരുമാനിച്ച തീരുമാനമാണത്. കാരണം എന്താണ്? ഇപ്പൊ രണ്ട് സംഘടന ഐക്യത്തിലാകുക എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായത്തിൽ എത്തിയാലോ. രണ്ട് സംഘടന ഐക്യത്തിൽ പോകണം, മുന്നോട്ട് അങ്ങനെ പോകണം എന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയപ്പോൾ ഈ കുരുവട്ടൂരികൾ ഇത് രണ്ടും ഫിത്തനാക്കണം. എന്നെങ്കിൽ ഓല കഞ്ഞൂടി മുട്ടാതൊക്കെ ഉള്ളൂ. കാരണം രണ്ടും ഐക്യത്ത് പോയ ഓല കഞ്ഞൂടി മുട്ടി. ഈ രണ്ട് സംഘടനയും ഒന്നായാൽ പിന്നെ ഓൽക്ക് ഏറ്റവും നല്ലത് ഒരു മുളം കയറെടുത്തുകൊണ്ട് തൂങ്ങിയിട്ട് ചാകല. കുരുവട്ടൂരികൾക്ക് പിന്നെ നല്ലതാണ്. ഈ രണ്ട് സംഘടനയും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, കഥ അല്ലല്ലോ, കുരുവട്ടൂരി ഇല്ലല്ലോ. പിന്നെ അത് മിൻഹാ നുഹൈദുക്കും വമിൻഹാ നുഹ്രിജുക്കും താറത്തൻ നുഹ്റ കഴിഞ്ഞു. പിന്നെ അതിനെ കുഴിച്ചു മൂടി, ഇനി നീച്ചൂല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഓൻ ആദ്യം പറയാം. ഇപ്പം AP കാരെ പണി എന്താ? ഓര് പറഞ്ഞു ചെങ്ങ ഇജ് പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്, 1 2 ആയിരക്കണക്കിന് ഇജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓവർ പറയാന്ന് കണ്ടപ്പോൾ EK വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ഓവർ പറയാന്ന് കണ്ടപ്പോൾ അപ്പോഴല്ലടാ നമ്മൾ തമ്മിൽ തെറ്റിയത്. അത് വേണ്ട, അങ്ങനെ പറയണ്ട എന്ന് മൗലാന പേരോട് ഉസ്താദ് അവറുകൾ പറഞ്ഞപ്പോൾ അപ്പോഴല്ല എനിക്ക് പേരോട് ഉസ്താദിനെ വെറുപ്പായത്. ഇതൊന്ന് ചിന്തിച്ചോക്കാം. അതാ ഞങ്ങൾ പ്രസ്ഥാനം. എന്നിട്ട് ഇപ്പോൾ ഇത് രണ്ടും ഒന്നാകാന്ന് കണ്ടപ്പോൾ ഇപ്പം കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇപ്പം EK ഭാഗത്തിന് വല്ലതും പറഞ്ഞുകൊണ്ടോ നോക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൽക്കറിയാം നിങ്ങൾ ബ്ലാഡാണ് മുതില്ലുമാണ്, അതിൻ്റെ അപ്പുറത്ത് ഇനി എന്തെങ്കിലും ഉണ്ട് ചാതാണെന്നുള്ളത്. ബാക്കി പറയട്ടെ. ഞങ്ങളത് തൗബ ചെയ്ത് മടങ്ങിയില്ലേ കൂട്ടരെ? അവൻ്റെ വേജാറ് കൊണ്ട് പറയണേ ഇനി എന്തെങ്കിലും പേര് വെച്ചിട്ട് അതിന് ഞങ്ങൾ തോപ ചെയ്ത് മടങ്ങിയില്ലേ കൂട്ടരേ. തോപ ചെയ്ത് മടങ്ങിയില്ലേ? എത്രട്ടം തോപ ചെയ്തിക്കണടാ. കാന്തപുര ഉസ്താദിനെ എത്രട്ടം പുകയറ്റി പറഞ്ഞ ഇന്ന് രാവിലെ പറഞ്ഞ പ്രസംഗത്തിന് രാത്രി തോപ ചെയ്തില്ലേ? എന്നിട്ടോ താജുൽ ഉലമന്റെ പേരിൽ എത്ര തോപ ചെയ്തിക്കണം? എന്നിട്ടിപ്പോ ശംസുൽ ഉലമനെ പേരിൽ തോപ ചെയ്ത് മടങ്ങിയില്ല. അവന്റെ തോപ പറയുന്ന കോലുണ്ടോന്ന് കേട്ടു നോക്കി. EK ഉസ്താദാകുന്ന ശംസുൽ ഉലമ അവർക്കെതിരിൽ വല്ലതും അല്ലെങ്കിൽ അവരുടെ സംഘത്തിനെതിരിൽ വല്ലതും
ഇ കെ ഉസ്താദാകുന്നു ശംസുലുലമ അവർക്കെതിരിൽ വല്ലതും എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ആ സംഘത്തിനെതിരിൽ വല്ലതും എന്ന് പറഞ്ഞതിനറിയോ, അണികൾ ഒച്ചുണ്ടാക്കിയാണ്ട് വരും എന്ന് പേടിച്ചിട്ട്. പേടിൻ്റെ ഊക്കാണത്. പറയട്ടെ. ആ കാലത്ത് നിങ്ങൾ പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംസുലുലമ ഇ കെ ഉസ്താദിനെതിരെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും എന്നോട് ശംസുലുലമനെ ഈ മോശമായ രൂപത്തിൽ പറയണമെന്ന് ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ പറഞ്ഞതായിട്ട് നിനക്ക് തെളിയിക്കാൻ കഴിയണം ഉഷാദേ? പാച്ച നോണ ഉണ്ടാക്കാൻ ഉഷാറാട്ടോ ഉഷാദേ. എൻ്റെ അത്ര അതിന് സർട്ടിഫിക്കറ്റ് ആർക്കും കിട്ടൂല. ഒരാളും പറയില്ല ശംസുലുലമനെ മോശമായിട്ട് പറയാൻ. ഒരു പൊട്ടനും കൂടിയും പറയില്ല. എന്നിട്ട് വേണ്ടേ കാന്തപുരം വിഭാഗം? എന്നിട്ട് ഇനി സംഘത്തിനെതിരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടന്നിരുന്ന സമയമാണത്. ആ സമയത്തും എന്നോട് പറയാൻ പറയില്ല. കാരണം ഇജന്നെ പറയുന്നുണ്ട് ഇഷ്ടം പോലെ. പിന്നെ എന്നോട് എന്തിനാ പറയാൻ പറയണേ? ഞങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അതിൽ നിന്ന് തൗബ ചെയ്തു. എങ്ങനെ ഇത് തൗബ ചെയ്തു അല്ലേ? എൻ്റെ തൗബ ഒന്ന് പറഞ്ഞ, തൗബന്റെ ഷർത്തുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ. പരസ്യമായിട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്? ഞങ്ങളിപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോഴും ആ സംഘടനയിൽ തന്നെയുള്ളത്. ഇപ്പോഴും നമ്മൾ മറ്റുള്ള ശംസുലുലമനെ ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. അനക്കായിട്ട് ഇതിൽ നിന്നീന സമയത്ത് എന്ത് എത്ര തെറ്റിദ്ധാരണ? എൻ്റെ മനസ്സ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് മൈൻഡേ. അതിന് പരസ്യമായി തന്നെ തൗബ. അതെങ്ങനെ? ഇ കെ ഉസ്താദിന്റെ മദ്ഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓൻ്റെ തൗബന്റെ കോലം കണ്ടില്ല നിങ്ങൾ? അതിനെങ്ങനെ പരസ്യമായിട്ടുള്ള തൗബ? ഇ കെ ഉസ്താദിന്റെ മദ്ഹ് ഇങ്ങനെ പറയാം. ഇ കെ ഉസ്താദിന്റെ മദ്ഹ് ഇങ്ങനെ പറയാം. ചെങ്ങായിയെ, ഇ കെ ഉസ്താദിന്റെ മദ്ഹ് പറയാൻ എൻ്റെ ആവശ്യമേ ഇല്ല. ഇ കെ ഉസ്താദിന്റെ മദ്ഹ് എല്ലാവർക്കും അറിയാം. മദ്രസയിലെ ബുക്കിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ 3-ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5-ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ ബുക്ക് തന്നെ വന്നിട്ടുണ്ട്. സമസ്തൻ്റെ ബുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇ കെ ഉസ്താദിന്റെ മദ്ഹ് ചെറിയ കുട്ടികൾക്ക് അറിയാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു മദ്ഹിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ശംസുലുലമ ആര്, ശംസുലുലമ എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ ഒരു മദ്ഹിൻ്റെ ആവശ്യമില്ല. അന്നെ ആ കൂട്ടത്തിൽ പോലും എടുക്കൂല. എങ്ങനെ ചെന്നാലും എടുക്കൂല. കാരണം എന്നെ വിശ്വാസമല്ല. ചെറുശ്ശേരി ഉസ്താദിനെ പറ്റിച്ചാളാ, ഹൈദരലി ശിഹാബ് തങ്ങളെ പറ്റിച്ചാളാ, മുഴുവൻ പണ്ഡിതന്മാരെയും അതിൽ നിന്ന് പറ്റിച്ചാളാ. ചെന്നുകാണ്ട് അടിയും കാലും പിടിച്ചുകാണ്ട് പിന്നെ ഇവിടെ തന്നെ വന്നുകാണ്ട് അതിന് മാപ്പ് പറഞ്ഞ ആളാ. അങ്ങനത്തെ കള്ളനാച്ച്. പിന്നെ എങ്ങനെ അന്ന ഒരു കൂട്ടുക?